ആഴ്ച മുഴുവൻ തൂക്കിയത് ഷാനവാസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നെവിനെതിരെ ഒരു ആരോപണമൊക്കെ ഷാനവാസ് പറഞ്ഞിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതിൽ തെറ്റും ശരിയും നമുക്കിപ്പോൾ എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ലാലേട്ടന്റെ കൈക്ക് തന്നെ നമുക്ക് വിട്ടേക്കാം. പക്ഷേ ഷാനവാസ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഷാനവാസ് ഡിസ്കംഫർട്ട് ആയിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് നെവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഷാനവാസിന് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് പറയേണ്ടി വരും. ഇന്ന് അനീഷിന്റെ അടുത്ത് ഇന്നലെ ആയിട്ടൊക്കെ ലൈവില് അനീഷിന്റെ അടുത്ത് നെവിൻ പോയി ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ലൈവിൽ നടന്ന ഒരു ചെറിയൊരു ടോക്കിനകത്തുള്ള കാര്യം ഞാൻ പറയാം. അനീഷ് പറയുന്നുണ്ട്, ഞാൻ അധികം വളരെ ക്ലോസ് ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ എനിക്ക് ഇതേണക്ക് ഇത് വരികയാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം അനീഷ് പറയുന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമല്ലേ. അതിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് തോളെ കൈയിടുന്നതും പിടിക്കുന്നതും ഒന്നും നമുക്ക് അധികം ബുദ്ധിമുട്ട് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ ക്ലോസ് ആണെങ്കിൽ പറ്റില്ല, അങ്ങനെ ഒരു കുഴപ്പമില്ല. വളരെ ക്ലോസ് ആയോ ഇല്ലയോ എന്നുള്ളത് നെവിനും അറിയില്ലല്ലോ. ഇപ്പൊ ഈ ഷാനവാസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടല്ല നെവിനെ ഇത് വെച്ചിട്ട് ബ്ലെയിം ചെയ്യുന്നത്. ഷാനവാസ് ഒക്കെ ഇവിടെ വന്ന സമയത്ത് തൊട്ടേ തന്നെ, നെവിൻ വന്ന സമയം തൊട്ടേ ഇവിടെ എല്ലാവരുടെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു ആരോപണം വന്നത്. പിന്നെ ഈ നെവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ടാസ്കിലും നെവിൻ ഈ ഒരു കാര്യം എല്ലാവരോടും ഇങ്ങനെ ചോദിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയാസ് വന്നപ്പോൾ, റിയാസ് സലീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ പറയുന്ന ഒരു LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൂടുതലധികം സംസാരിക്കുകയും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തില്ല എന്നോ പറയാതിരുന്നാൽ പോലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നെവിന് കുറച്ചധികം ഒരു കോൺഫിഡൻസ് വന്നു. അതായത് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിയാസിനെ ഷാനവാസ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, റിയാസിനോട് എങ്ങനെയായിരിക്കും ഷാനവാസിന്റെ ബിഹേവിയർ. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും റിയാസിന് നല്ലൊരു പ്രൊവോക്ക് അത് തോന്നിയത്. പേഴ്സണൽ ഗ്രിഡ്ജസ് ഒന്നും ഉണ്ടാവേണ്ട കാര്യം ഷാനവാസിന് റിയാസിനോട് ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ് അനീഷും ഷാനവാസും. പക്ഷെ അവിടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അവരൊക്കെ യൂണിഫോം മാറ്റിയതിന് ശേഷവും അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസിന്റെ വേർഡ്സ് യൂസ് ചെയ്യുന്നത് വളരെ ചീപ്പാണ്. കാരണം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അങ്ങേയറ്റം മോശമായിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ ഷാനവാസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഷാനവാസിന്റെ തെറ്റ്. പക്ഷേ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ ഉറച്ചു നിൽക്കുന്ന ഷാനവാസിന്റെ രീതി, അത് വളരെയധികം ശരിയായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ജിസേൽ വന്നിട്ട് കുറേ തവണ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബഹളം വെക്കുന്നത് എന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അടിമകളല്ല, ഞങ്ങൾ ഒരുപാട് ജോലി അവിടെ ചെയ്തു. ഓഫ് കോഴ്സ് ഷാനവാസും അനീഷും മാത്രമാണ് ആ ഒരു ഹോട്ടൽ ടാസ്കിൽ കൊടുത്ത ആ ഒരു റോള് കറക്റ്റായിട്ട് കൂടുതൽ ചെയ്യുന്നത് അവരാണ്. പിന്നെ നൂറ ആൻഡ് അബി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു ഷാനവാസിന്റെ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇന്നിപ്പോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ റിയാസ് വലിച്ചെറിഞ്ഞ് അങ്ങനെയൊക്കെ ബഹളം വെച്ചു. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. എന്ന് വെച്ചാൽ ഷാനവാസിന് വീണ്ടും ഇരട്ടിപ്പണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ ചെയ്തു. അത് റിയാസിന്റെ ഗെയിം. റിയാസ് ആ ഗെയിം ചെയ്തതും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ബിഗ് ബോസ് ഹൗസിൽ ഇത്തരത്തിൽ കോണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കോണ്ടന്റ് ആയിട്ട് തന്നെ അത് അവരുടെ സ്ട്രാറ്റജി ആയിട്ട് കണ്ടാൽ മതി എന്ന് ലാലേട്ടൻ പറയാറില്ലേ. അപ്പോൾ അതിനെ അങ്ങനെ കാണുക. പക്ഷെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് വളരെ മോശമാണ്. ഷാനവാസിന് ആ തരത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് അവിടെ നെഗറ്റീവ് വരുന്നത്. അങ്ങനെ ഇന്നിപ്പം ആ ഷാനവാസിന് കിട്ടിയിട്ടുള്ള സ്റ്റാർസിനെ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷ്മിയും റിയാസും പിന്നെ അതുപോലെ ആര്യനും പിന്നെ ഈ പറഞ്ഞ ഹോട്ടലിന്റെ ഓണറിന്റെ മകളെന്നുള്ള രീതിയിൽ ആദിലയും ഇവർ തമ്മിലിരുന്ന് ഗൂഢാലോചനയൊക്കെ നടത്തി അവർ ആ ഒരു സ്റ്റാർസ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ സ്റ്റാർസ് ഡയറക്ട്ലി എടുത്ത് കളയണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ എഗെയിൻ ഷാനവാസ് ഭയങ്കര അധികം ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാതെ, താൻ ഒരു ക്ലീനിങ് സ്റ്റാഫ് ആണെന്ന് ചിന്തിക്കാതെ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ട് റിയാസിനടുത്ത് നമ്മുടെ റെനയൊക്കെ സംസാരിക്കത്തില്ലേ, ട്രിഗർ ആകുന്നുണ്ടോ ഈ തരത്തിൽ ഷാനവാസ് റിയാസിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രിഗർ ആകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈവൻ റിയാസ് പോലും
ചീപ്പ് സീരിയൽ ഷോ ഇവിടെ ഇറക്കരുത്, ഇത് റിയാലിറ്റി ഷോ ആണ് എന്ന് റിയാസിന് ഷാനവാസിനോട് പറയേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബിന്നി അസ്വസ്ഥയായിട്ട് ബിന്നി വന്നിട്ട് പറയുന്നുണ്ട്, സർ സീരിയൽസിനെ അങ്ങനെ പറയരുത്, സീരിയൽ ഇൻഡസ്ട്രി ചീപ്പാണെന്ന് പറയരുത്. അപ്പം അതിന് റിയാസ് അപ്പോളജി ചെയ്യുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നുണ്ട്. അതായത് ചീപ്പ് സീരിയൽസ് ഉണ്ട്, സീരിയൽ ഇൻഡസ്ട്രി മുഴുവൻ ചീപ്പാണെന്നല്ല പറയുന്നത് എന്ന് റിയാസ് അത് തിരുത്തുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊത്തത്തിൽ ഇന്നലെ രാത്രിയൊന്നും ഇവർക്കാർക്കും ഉറക്കമേ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റിയാസിന് കിട്ടിയിട്ടുള്ള ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. റിയാസ് അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ടാസ്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഷാനവാസിന്റെ ഫാൻ പവർ ഇപ്പൊ എത്രത്തോളം ഉയർന്നിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഷാനവാസിന് പുറത്ത് ഇതൊരു പോസിറ്റീവായിട്ടാണ് കിട്ടാൻ സാധ്യതയുള്ളത്. നെവിന്റെ വിഷയം ആയിക്കോട്ടെ, കാരണം നെവിൻ കുറച്ച് ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന ഒരു ഗോസിപ്പാണ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുന്നില്ല, പകരം ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്. നെവിൻ ശരിക്കും പറഞ്ഞാൽ തുടക്കം തൊട്ടേ എല്ലാവരും ഒരുപാട് മത്സരാർത്ഥികൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ചീപ്പായിട്ട് ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ തന്റെ കൂടെ കയറി കിടന്നു. ഈവൻ അനുമോളും ശൈത്യയും കിടക്കുന്നതിന്റെ ഇടയിൽ വരെ വന്ന് കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു മഴയത്ത് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജിസയിലുമായിട്ട് അതൊക്കെ അവരുടെ പേഴ്സണലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കാര്യം അത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഷാനവാസിന് മേ ബി അതൊരു പോസിറ്റീവായിട്ടായിരിക്കാം ഒരു പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലൊക്കെ ഇതിനെ, അല്ലെങ്കിൽ മോഹൻലാൽ എന്നല്ല, ബിഗ് ബോസിലെ മറ്റു ക്രൂ ഒക്കെ ഇതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതൊരു ഗെയിമാണ്. എൻറ്റയർലി ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിനകത്ത് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആകാം, ആ തരത്തിലേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇതിനെ എന്തോ അയ്യോ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു ആ ഒരു തരത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ബേസിക്കലി ഈ ഒരു ഷോ എന്ന് പറയുന്നത് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഒരു BB എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയാലിറ്റി ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഷാനവാസിന്റെ ഫാൻ പവർ എത്രത്തോളം ഉയർന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റിയാസ് ഷാനവാസ് കോൺഫ്ലിക്റ്റിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ രണ്ടുപേരും സത്യം പറഞ്ഞാൽ പോസിറ്റീവ്സും രണ്ടുപേരിലും കുറച്ച് നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ റിയാസിന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഷാനവാസിന് കുറച്ചധികം നല്ല കോണ്ടന്റ് കിട്ടി. റിയാസ് പറയുന്നുണ്ട് അത് വെറും ചീപ്പാണ്, നിങ്ങൾ പ്രീവിയസിൽ ഞാൻ ഇതിനു മുന്നേ ഷോയിൽ വന്നിട്ടുള്ളപ്പോൾ എങ്ങനെയാണ് എന്നോട് പ്രൊവോക്ക് ചെയ്തത് ആ രീതിയിൽ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് തീരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുണ്ട്, വളരെ ചീപ്പായിട്ടുണ്ട് എന്നൊക്കെ റിയാസ് പറയുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഷാനവാസ് നന്നായിട്ട് ഗെയിം കളിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.